പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസമായിരുന്നു RSS സഹയാത്രികനായിട്ടുള്ള TG മോഹൻദാസിനെ സംസ്ഥാനത്തെ പോലീസ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം TGക്ക് ജാമ്യം ലഭിച്ച സാഹചര്യം കൂടി ഉണ്ടാകുന്നു. CJP ഡൽഹിയിൽ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് TG മോഹൻദാസ് നടത്തിയ പരാമർശമാണ് കലാപ ആഹ്വാനം, സ്ത്രീവിരുദ്ധത ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഈ വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിനെ പിന്തുണയ്ക്കുന്ന സമീപനം RSSന്റെയോ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതേസമയം TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത രീതിയോട് BJP വലിയ തോതിലുള്ള എതിർപ്പുകളും വിയോജിപ്പുകളും ആണ് അറിയിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഒരു അവധി ദിവസത്തിൽ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത് ബോധപൂർവമാണ് എന്ന വിമർശനം കൂടി ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ TG മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുകയാണ് കോടതി. അതായത്, ഒരു കേസിൽ പെടുമ്പോൾ അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ആണ് പ്രധാനമായും കോടതി ഉന്നയിച്ചത്. അത് പോലീസിന്റെ പരാജയം എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിൽ തൃപ്തികരമായ ഒരു മറുപടിയോ ന്യായീകരണമോ നൽകാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിന്റെ കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല എന്ന വിമർശനവും കോടതി ഉന്നയിക്കുകയാണ്. പോലീസിൻ്റേത് അനുമാനങ്ങൾ മാത്രമാണ് എന്നും ACJM കോടതി വിമർശിക്കുന്നു. അതേസമയം TG മോഹൻദാസ് ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നതാണ് വിവരം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് TG മോഹൻദാസിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, അത് സാങ്കേതികമായി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വലിയ വീഴ്ചകൾ എന്ന് തന്നെയാണല്ലോ എണ്ണിപ്പറയുന്നത് കോടതി. വിദ്വേഷ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് TG മോഹൻദാസിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 13 പോയിന്റുകൾ അക്കമിട്ട് നിരത്തിയാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് വഞ്ചൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ ആ റിപ്പോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും തിരസ്കരിച്ചുകൊണ്ട് TG മോഹൻദാസിന് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്ന നിലപാടാണ് മജിസ്ട്രേറ്റ് സ്വീകരിച്ചത്. അതിന് അടിസ്ഥാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒന്ന്, 7 വർഷത്തിൽ താഴെ മാത്രം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യണമെങ്കിൽ അതിന് മുൻകൂറായി നോട്ടീസ് നൽകണം. അങ്ങനെ ഒരു നോട്ടീസ് നൽകാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല എന്നതാണ് മജിസ്ട്രേറ്റിന്റെ ഒന്നാമത്തെ ചോദ്യം. ഇതിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി, അങ്ങനെ നോട്ടീസ് നൽകിയാൽ പ്രതി അത് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാക്കി മാറ്റും എന്നതായിരുന്നു. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ കോടതി തയ്യാറായില്ല. നോട്ടീസ് നൽകാതെ എന്തടിസ്ഥാനത്തിലാണ് TG മോഹൻദാസിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിൻ്റെ സാഹചര്യം എന്താണ്, അത്തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന എന്ത് കാര്യമാണ് ഇതിൽ ഉള്ളത്, അത്തരത്തിൽ എന്ത് ഗൗരവമാണ് ഈ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന കാര്യവും മജിസ്ട്രേറ്റ് പ്രോസിക്യൂഷനോട് ആരാഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച, TG മോഹൻദാസിന്റെ പരാമർശങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ നൽകിയ പരാതി എന്തിനും പരിഗണിച്ചു എന്നൊരു പരാമർശം കൂടി മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത്തരമൊരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ പ്രാഥമികമായി പാലിക്കേണ്ട ഭരണഘടനാപരമായ കാര്യങ്ങൾ ഉറപ്പുവരുത്താതെ, അല്ലെങ്കിൽ ആരാണോ ആരോപണ വിധേയൻ അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്ത നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനമാണ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഗുരുതരമായ വകുപ്പുകൾ, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കലും കലാപാഹ്വാനവും ഉൾപ്പെടെയുള്ള 6 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് TG മോഹൻദാസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടും അതുമായി ബന്ധപ്പെട്ട് മോഹൻദാസിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രാഥമികമായ വീഴ്ചകളാണ്. ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് TG മോഹൻദാസിന് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ 3 ദിവസം തുടർച്ചയായി സൈബർ പോലീസ് ഇൻസ്പെക്ടർക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അല്പസമയത്തിനകം TG മോഹൻദാസ് ചോദ്യം ചെയ്യലിന് ഹാജരാകും. 3 ദിവസവും തുടർച്ചയായി തന്നെ അദ്ദേഹം ഹാജരാകും. അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വന്ന് രജിസ്റ്ററിൽ ഒപ്പുവെക്കണം, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഡാൻ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ, അതായത് ഈ ജാമ്യം ലഭിച്ച ഒരു സാഹചര്യം, അതിനു മുമ്പ് ഈ പരാതിയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച സാഹചര്യം, AYF നേതാവ് അടക്കം പരാതി നൽകിയിട്ടുള്ള പശ്ചാത്തലമുണ്ടാകുന്നു. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ സംഭാഷണത്തിലായിരുന്നു അങ്ങേയറ്റം
ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ, അതായത് ആ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്നില്ല എങ്കിൽ അവരെ വെടിവെക്കുമായിരുന്നു, അവിടെ കൂട്ടബലാത്സംഗങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത് അതിനെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞതാണ്. TG മോഹൻദാസിനെ പിന്തുണയ്ക്കുന്നവരും തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ അങ്ങനെ ഗുരുതരമായ ഒരു പരാമർശം നടത്തി ഒരു പരാതി ഉയർന്നു വരുമ്പോൾ അതിൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ടായിരുന്നു, നോട്ടീസ് നൽകേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ കയ്യടി ലഭിക്കുന്ന സമയമാണ്. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും അത് ആഭ്യന്തര വകുപ്പിൻ്റെ ഗ്രാഫ് ഉയർത്തി നിർത്തിയ പശ്ചാത്തലമുണ്ട്. TG മോഹൻദാസിനെ പോലെയുള്ളവർക്കും എന്തും വിളിച്ചു പറയാം എന്ന ഒരു സമീപനം മാറേണ്ടതുണ്ട്. ഇത്തരക്കാർക്കെതിരെയും നടപടി ആവശ്യമാണ് എന്ന രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുന്ന ഒരു അറസ്റ്റായിരുന്നു. പക്ഷേ അവിടെ നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തീർച്ചയായും അത് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കൂടി നാണക്കേടാകുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ അറസ്റ്റ് നടപടി അതാണ് എടുത്തു പറയേണ്ടത്. TG മോഹൻദാസിന്റെ പരാമർശത്തെ ആയിരുന്നില്ല BJP എതിർത്തത്, അറസ്റ്റ് ചെയ്ത നടപടികളെയും നീക്കത്തെയുമാണ്. അപ്പോൾ അതിനെ ശരിവെക്കുന്ന തരത്തിലേക്ക് കോടതിയും നിരീക്ഷിക്കുകയാണല്ലോ ഡാൻ. അതായത് ഒരു പരാതി ലഭിച്ചാൽ ആ പരാതിയിൽ തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ കൃത്യമായ അവഗാഹമുള്ളവരാണ് ഓരോ ഇൻസ്പെക്ടർമാരും, അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ. അവരുടെ മേൽനോട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കിടക്കുന്നത്. ഈ പ്രത്യേക കേസിൽ നൌഷാദ് കേസ് എന്ന സൈബർ ക്രൈം പോലീസിലെ SHO ആണ്, ഇൻസ്പെക്ടറാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉള്ള സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അവർ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചത്? അത് അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒരു വീഴ്ചയല്ല, അടിസ്ഥാനപരമായി പാലിക്കേണ്ട നിയമപരമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ലംഘിക്കപ്പെട്ടത്. അതാണ് കോടതി ജാമ്യം അനുവദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായൊരു ഇടപെടൽ, ബോധപൂർവമായൊരു നീക്കം ഏതെങ്കിലും കോണിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം കൂടി ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ഈ 11 ദിവസത്തിന് ശേഷമാണ്, അതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, TG മോഹൻദാസിനെതിരെ സൈബർ പോലീസിന് പരാതി ലഭിച്ച 11 ദിവസത്തിന് ശേഷമാണ് ഈ അറസ്റ്റ് എന്ന തുടർ നീക്കത്തിലേക്ക് സൈബർ പോലീസ് കടക്കുന്നത്. ഈ അറസ്റ്റിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യം, അർജുൻ ആയങ്കിക്കായി വലവരിക്കുന്നു, അർജുൻ ആയങ്കി പിടിയിലാകുന്ന സാഹചര്യം, ഒരുപാട് പോലീസിനെ വട്ടം കറക്കിയ ശേഷം കണ്ണൂരിൽ നിന്ന് പിടിയിലാകുന്ന സാഹചര്യം. അങ്ങനെ അർജുൻ ആയങ്കി പിടിയിലാകുമ്പോൾ അതിൽ രാഷ്ട്രീയമായി മറുചോദ്യം ഇടതനുഭാവ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നു. അത് TG മോഹൻദാസുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ എന്ത് നടപടിയാണ് ഉണ്ടായത് എന്നതായിരുന്നു. അവിടെ RSSന് BJPക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയാണോ ആഭ്യന്തര വകുപ്പും സർക്കാരും പോലീസും എന്ന രാഷ്ട്രീയ വിമർശനം CPM കേന്ദ്രങ്ങളിൽ നിന്ന്, ഇടത് യുവജന സംഘടന പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ ഉയർന്നു തുടങ്ങി. പൊടുന്നനെയാണ് TG മോഹൻദാസിനെതിരായ പോലീസ് നീക്കം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ തിടുക്കത്തിലുള്ള ഈ നീക്കത്തിനിടയിൽ ഈ നടപടിക്രമങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയാതെ പോയതായിരിക്കാം ഇങ്ങനെയൊരു വീഴ്ചയിലേക്ക് നയിച്ചതെന്ന് വേണം ഇപ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കാം. യെസ്, ഇതായിരുന്നു കോടതിയും ചൂണ്ടിക്കാണിച്ചത്. ഇനി ഡാൻ സൂചിപ്പിച്ച ഭാഗമുണ്ടല്ലോ, അതായത് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്ര ദിവസം ഹാജരാകണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണല്ലോ. ഇന്നിപ്പോൾ TG മോഹൻദാസ് എപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഡാൻ. 10 മണിക്ക് ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ പരിസരത്ത് തന്നെ അദ്ദേഹം ഉണ്ടായിരിക്കാം. ചോദ്യം ചെയ്യൽ ഇൻസ്പെക്ടർ നൌഷാദിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും നടക്കുക. ഇതിൽ പ്രധാനമായി TG മോഹൻദാസിൻ്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കം കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചെടുത്തിരുന്നു വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടയിൽ. ഇനി ഈ പത്രിക എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ പരാതിക്ക് അടിസ്ഥാനമായ വീഡിയോ പങ്കുവെച്ചതിൻ്റെ ഉത്തരവാദിത്തം തനിക്കാണ്, അതിൽ താൻ കുറ്റക്കാരൻ അല്ലെങ്കിൽ ആ വീഴ്ച താൻ സമ്മതിക്കുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഈ TG മോഹൻദാസ് തന്നെ വെളിപ്പെടുത്തിയൊരു പശ്ചാത്തലമുണ്ട്. ആ മൊഴി വളരെ ഗൗരവത്തോടെ തന്നെയാണ്, കുറ്റസമ്മത മൊഴിയായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. അങ്ങനെ ഈ കുറ്റം ചെയ്തയാൾ കുറ്റസമ്മതം നടത്തിയിട്ടും ജാമ്യം
ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് ഒരുപക്ഷെ പോലീസിനെതിരെ വിമർശനം ഈ വിഷയത്തിൽ കടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കങ്ങളും പഴുതടച്ചതായിരിക്കും. ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ ബോധപൂർവമായി അല്ലെങ്കിൽ കൃത്യമായി ആ തെളിവുകൾ ഉള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന നടപടിയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അതോടൊപ്പം മെറ്റയ്ക്ക് ഈ കണ്ടന്റുകൾ നീക്കം ചെയ്യാൻ പോലീസ് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ആ കണ്ടന്റുകൾ പൂർണ്ണമായി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ മെറ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കും. സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പരസ്യമായി നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി ടി.ജി. മോഹൻദാസിന് മജിസ്ട്രേറ്റ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇനി ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നവരെ പരസ്യമായൊരു പ്രതികരണം ടി.ജി. മോഹൻദാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നതാണ് നിലവിലെ സാഹചര്യം. യെസ്, ടി.ജി. മോഹൻദാസിന് എതിരായ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ചോദ്യം ചെയ്യൽ പോലെയുള്ള നടപടിക്രമങ്ങൾ, ഒപ്പം ഈ വിവാദ വീഡിയോ ഉൾപ്പെടെ പിൻവലിക്കുക, നീക്കം ചെയ്യുക എന്നതടക്കമുള്ള നടപടിക്രമങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴും ടി.ജി. മോഹൻദാസിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അതങ്ങേയറ്റം ഗൗരവതരമാണ്. പരാതി ഉയർന്ന് 11ാമത്തെ ദിവസം ആണ് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നതാണ്. ആ 11 ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പാലിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഇങ്ങനെയൊരു കേസ് ഉണ്ടായപ്പോൾ ഒരു നോട്ടീസ് നൽകി സാധാരണ ഈ ആരോപണ വിധേയനെ വിളിപ്പിക്കുക, അതൊക്കെയാണ് അതിൻ്റെ രീതികൾ. എന്നിരുന്നാൽ പോലും അത്തരം നടപടികളിലേക്കൊക്കെ കടക്കാൻ പോലീസ് തയ്യാറാകാതെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നടപടി, അതിലേക്ക് എങ്ങനെ കടന്നു എന്ന ചോദ്യം ആണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.